26 വർഷം മുമ്പ് നടന്ന കാസർഗോഡ് ഹംസ വധക്കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രധാനി പാകിസ്ഥാൻ അബ്ദുറഹ്മാനെ ദുബൈയിൽ കണ്ടെത്തി. ഏറെ കുളിരക്കം സൃഷ്ടിച്ച കേസിൽ പ്രതിചേർക്കപ്പെട്ടതിനെ തുടർന്ന് 2 പതിറ്റാണ്ടിലേറെയായി ഇയാൾ ഒളിവിലാണ്. കൊല്ലപ്പെട്ട ഹംസയുടെ മകനാണ് ദുബൈയിലെ ഒരു പള്ളിയിൽ വെച്ച് തിരിച്ചറിഞ്ഞത്. 20 വർഷമായി അബ്ദുറഹ്മാൻ കേരളത്തിലെത്തിയിട്ടില്ല. കേസിൽ തന്നെ കുടുക്കിയതാണെന്നും സംഭവം നടക്കുന്ന സമയത്ത് താൻ ഉംറ ചെയ്യുകയായിരുന്നുവെന്നും അബ്ദുറഹ്മാൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ബന്ധുവിൽ ഏതോ വിധത്തിൽ എന്നെ ഇൻവോൾവ് ആക്കിയിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇതിന് കൂട്ടു നിൽക്കുന്നവനല്ല. ആ സമയത്ത് ഞാനുള്ളത് മക്കത്ത് ഉംറയിലാണ്. കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എത്ര വർഷമായിട്ട് നാട്ടിൽ പോയി? ഇപ്പോൾ ഞാൻ വർഷം സംഭവത്തിന് ശേഷം പോയിട്ടേ ഇല്ല. സംഭവത്തിന് ശേഷം നാട്ടിൽ പോയില്ല. കേസിൽ പ്രതിയായി വാട്ടർ അതിനെ ക്ലിയർ ആക്കിയിട്ട് പോകണം. അതിനെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും പോയി ഹാജരാകാൻ വേണ്ടി. ഞങ്ങളുടെ പ്രതിനിധി ഹാരിസ് അരിക്കുളമുണ്ട് ദുബൈയിൽ നിന്ന്. ഹാരിസ്, എവിടെ വെച്ചാണ് ഇദ്ദേഹത്തെ കണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞത്? സായി, ഏറെ കൂളിളക്കം സൃഷ്ടിച്ച കാസർഗോഡ് ഷഹനാസ് ഹംസ വധക്കേസിലെ മുഖ്യപ്രതി പാകിസ്ഥാൻ അബ്ദുറഹ്മാൻ എന്നയാൾ ദുബൈയിലുണ്ടെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ട ഹംസയുടെ മകൻ തന്നെയാണ് ഇദ്ദേഹത്തെ ദുബൈയിൽ കണ്ടെത്തിയത്. ഇതുവരെ പോലീസിൽ അദ്ദേഹത്തെ പ്രതിയെ ഏൽപ്പിച്ചിട്ടില്ല. 1989 ഏപ്രിൽ 29-നായിരുന്നു ഹംസ കൊല്ലപ്പെട്ടത്. കാസർഗോഡ് കൊയിനാറ്റി ദേശീയപാതയിൽ വെച്ചായിരുന്നു വാടക ഗുണ്ടകളുടെ വെടിയേറ്റ് ഹംസ കൊല്ലപ്പെട്ടത്. നമുക്കറിയാം, അതേ വർഷം 1989 ഫെബ്രുവരി മാസത്തിൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണം കാസർഗോഡ് വെച്ച് റവന്യൂ ഇന്റലിജൻസ് പിടികൂടിയിരുന്നു. ഈ ഇന്റലിജൻസിന് ഈ വിവരം ഹംസയാണ് നൽകിയത് എന്നതിന്റെ പേരിലായിരുന്നു വാടക ഗുണ്ടകളെ വിട്ട് ഹംസയെ അന്ന് കൊല്ലിച്ചത്. നമുക്കറിയാം, കേസിൽ 19 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 19 പ്രതികളിൽ ഏറ്റവും മുഖ്യമായ ഒന്നാമത്തെ പ്രതിയായിരുന്നു പാകിസ്ഥാൻ അബ്ദുറഹ്മാൻ എന്നാണ് അന്ന് CBI പുറത്തുവിട്ട വിവരം. എന്നാൽ ഈ പ്രതി ഒളിവിലായിരുന്നു ഇത്രയും കാലം. സംഭവത്തിന് ശേഷം പ്രതി ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല, കേരളത്തിലേക്ക് വന്നിട്ടില്ല. നമുക്കറിയാം, മംഗലാപുരത്ത് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് മാരുതി 800 വാഹനത്തിൽ വരുമ്പോഴായിരുന്നു ബോംബെയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാടക ഗുണ്ടകൾ ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. ഇപ്പോൾ ദുബൈയിൽ അദ്ദേഹത്തെ കണ്ടെത്തിയതിനെ തുടർന്ന് നമുക്ക് മീഡിയ വണ്ണിന് അദ്ദേഹവുമായി സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നു. അദ്ദേഹം പ്രധാനമായും പറയുന്നത് പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്ന പാകിസ്ഥാൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആൾ താൻ തന്നെയാണ്. എന്നാൽ പ്രതിപട്ടികയിൽ തന്റെ പേര് ചേർക്കുകയായിരുന്നു. ഈ കേസിൽ തനിക്ക് യാതൊരു പങ്കാളിത്തവുമില്ല. സംഭവം നടക്കുമ്പോൾ താൻ സൗദി അറേബ്യയിലായിരുന്നു. പോലീസ് പിടികൂടുമെന്ന എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ത്യയിലേക്ക് സംഭവത്തിന് ശേഷം വരാതിരുന്നത് എന്നും അദ്ദേഹം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സായി, ഹാരിസ്, അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ ഈ കേസിൽ കുടുക്കുകയായിരുന്നു എന്നാണ്. ആരാണ് ഇത്തരത്തിൽ തന്നെ കുടുക്കിയതെന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നുണ്ടോ? ആ കാര്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. പക്ഷേ അതിന് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. സംഭവത്തിന്റെ വിവരങ്ങൾ തനിക്ക് അറിയില്ല എന്നാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞിരിക്കുന്നത്. സംഭവം നടക്കുമ്പോൾ താൻ സൗദി അറേബ്യയിലായിരുന്നു. മാത്രവുമല്ല, തന്റെ പ്രതിപട്ടികയിൽ തന്റെ പേര് ചേർത്തത് കണ്ടപ്പോൾ താൻ തന്നെ ഞാൻ അമ്പരക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന് കുടുംബവുമായി ബന്ധപ്പെടാൻ താല്പര്യമുണ്ടായിരുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിൽ അദ്ദേഹം പറയുന്നു, ഈ കൊല്ലപ്പെട്ട ഹംസയെ താൻ കഴിഞ്ഞ റമദാനിൽ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നു എന്ന് അദ്ദേഹം നമ്മോട് പങ്കുവെക്കുകയുണ്ടായി. എന്തൊക്കെ തന്നെയായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. സായി, എന്തായാലും 26 വർഷം മുമ്പ് നടന്ന കാസർഗോഡ് ഹംസ വധക്കേസിൽ ഒളിവിൽ കഴിയുന്ന ഒന്നാം പ്രതി പാകിസ്ഥാൻ അബ്ദുറഹ്മാനെ ദുബൈയിൽ കണ്ടെത്തിയിരിക്കുന്നു. കേസിൽ തന്നെ കുടുക്കിയതാണ് എന്നാണ് അദ്ദേഹം മീഡിയ വണ്ണിനോട് പറഞ്ഞത്. ഹാരിസ് അരിക്കുളമാണ് ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.